ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് മോൾ കോൺസെപ്റ്റ് 10ാം ക്ലാസ്സിലെ ഏറ്റവും ടഫ് എന്നൊക്കെ വിചാരിക്കുന്ന മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇന്ന് സിമ്പിൾ ആക്കാൻ പോവാണ്. സോ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആണ് നമ്മൾ തുടങ്ങാൻ പോണത്. സോ ഞാൻ ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് കയറി പോകണില്ല. നമുക്കറിയാം പരീക്ഷയൊക്കെ അടുത്തിരിക്കുന്ന ടൈം. അതുകൊണ്ട് ഞാൻ വളരെ ബേസിക്സ് നമ്മുടെ സർഫസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് നമ്മൾ രണ്ട് ടോപ്പിക്കുകളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്, ഗ്യാസ് ലോസും മോൾ കോൺസെപ്റ്റും. സോ ഫസ്റ്റ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ലോസിനെ പറ്റി. സോ ബേസിക്കലി ഗ്യാസ് ലോസ് മൂന്നെണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് അവഗാഡ്രോസ് ലോ. ഈ മൂന്ന് ലോ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഗ്യാസ് ലോസ് കംപ്ലീറ്റ് ആവും. സോ ഗ്യാസ് ലോസ് പഠിക്കുന്നതിന് മുന്നേ ഗ്യാസിന്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഗ്യാസിന്റെ പ്രത്യേകതകൾ ചോദിക്കാം. സോ അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഞാൻ വളരെ വേഗം നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ കാര്യം എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കാൾഡ് മോളിക്യൂൾസ്. എല്ലാ ഗ്യാസുകളും ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ എന്ന് പറയുന്ന വളരെ വളരെ ചെറിയ പാർട്ടിക്കിൾസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുക. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഗ്യാസുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സോളിനെ ഇങ്ങനെ 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 അടുത്തടുത്ത് വരയ്ക്കും, ലിക്വിഡ് കുറച്ച് ദൂരെ ഇങ്ങനെ ഇട്ട് വരയ്ക്കും, ഗ്യാസുകൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ. ഇത് ഈ ഉണ്ട എന്താ സാധനം? ഈ ഉണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നമ്മൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ. സോ അപ്പൊ ഗ്യാസുകൾ ഉണ്ടാക്കിയിരുന്നത് വളരെ ചെറിയ ആറ്റങ്ങൾ വെച്ചിട്ടാണ്. സോ ഇത് മറക്കരുത്. സോ ഗ്യാസുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് വെച്ചിട്ടാണ്. സോ ഗ്യാസുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് വെച്ചിട്ടാണ്. പഠിച്ചോ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മള് ഒരു പാത്രത്തിൽ, സപ്പോസ് ഇത് 5 ലിറ്ററിന്റെ പാത്രം എന്ന് വിചാരിക്കാം. ഈ 5 ലിറ്ററിന്റെ പാത്രത്തിൽ ഞാൻ കുറച്ച് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ വോളിയം 5 ലിറ്റർ ആയിരിക്കും. ഇനി അതേസമയം ഈ ഗ്യാസിനെ ഞാൻ വേറൊരു 2 ലിറ്ററിന്റെ പാത്രത്തിലോട്ട് മാറ്റി എന്ന് വിചാരിച്ചോ. അപ്പോ ഗ്യാസിന്റെ വോളിയം നേരെ 2 ലിറ്റർ ആയിട്ട് മാറും. അതായത് നമ്മൾ ഗ്യാസിനെ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ വോളിയം ആയിരിക്കും ഗ്യാസിന്റെ വോളിയം എപ്പോഴും. മനസ്സിൽ വെച്ചേക്കുക. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കാൻ നിൽക്കുന്നത് മൈൻഡിൽ മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഏത് പാത്രത്തിലാണോ നമ്മൾ ഗ്യാസിനെ എടുക്കുന്നത് ആ പാത്രത്തിന്റെ വോളിയം ആയിരിക്കും ഗ്യാസിന്റെ വോളിയം എപ്പോഴും. അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഞാൻ പറയുവാണ്, ഈ 2 ലിറ്ററിൽ ഇരിക്കുന്ന ഗ്യാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു 1/2 ലിറ്ററിന്റെ പാത്രത്തിലോട്ട് മാറ്റി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് ഗ്യാസിന്റെ വോളിയം എത്ര? 1/2 ലിറ്റർ. സിമ്പിൾ. ഏത് പാത്രത്തിലാണോ ഗ്യാസ് ഇരിക്കുന്നത് ആ പാത്രത്തിന്റെ വോളിയമാണ് ഗ്യാസിന്റെ വോളിയം. ഓക്കെ. സോ ഇനി അടുത്ത പോയിന്റ് പറയുന്നത്, വെൻ കമ്പയറിംഗ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. നമുക്കറിയാം ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ഗ്യാസിന്റെ വോളിയം ആ പാത്രത്തിന്റെ വോളിയമാണ്. അതായത് ഇപ്പൊ സപ്പോസ് 10 ലിറ്ററിന്റെ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ ആ 10 ലിറ്ററിന്റെ പാത്രത്തിൽ ഇരിക്കുന്ന ഗ്യാസിന്റെ വോളിയം എത്ര ആയിരിക്കും? 10 ലിറ്റർ ആണ്. സോ ഒരു ഗ്യാസിന്റെ റിയൽ വോളിയം എന്ന് പറയുന്നത് ഇതാണ് റിയൽ വോളിയം. അത് 10 ലിറ്റർ ആണ്. ഓക്കെ. പക്ഷെ ശരിക്കും ഈ മോളിക്യൂളുകളെ ജസ്റ്റ് നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ വോളിയം വളരെ ചെറുതല്ലേ? അതായത് ഇവിടെ 4 മോളിക്യൂൾസ് ചേർന്ന ഒരു ഗ്യാസ് ഉണ്ടായെന്ന് വിചാരിക്കുക. ആ ഗ്യാസ് ഒരു പാത്രത്തിൽ ഇരിക്കുവാണ്, വലിയൊരു പാത്രത്തിൽ ഒരു അണ്ടാവിൽ ഇരിക്കുവാണെന്ന് വിചാരിക്കുക. അപ്പൊ അണ്ടാവിൽ ഇരിക്കുന്ന സമയത്ത് അണ്ടാവിന്റെ വോളിയം ആയിരിക്കും ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. അതേസമയം ആ ഗ്യാസിനകത്തുള്ള പാർട്ടിക്കിളെല്ലാം നമ്മൾ അടുപ്പിച്ച് പിടിച്ച് ശരിക്കും ആ ഗ്യാസിന്റെ വോളിയം എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കൂലടാ. അതാണ് അതിന്റെ റിയൽ വോളിയം. ഈ 4 മോളിക്കൂൾ വന്നു കഴിഞ്ഞാൽ ഇത്രയല്ലേ കാണത്തുള്ളൂ, എമ്മിണിയല്ലേ കാണത്തുള്ളൂ. അതാ പറഞ്ഞേ. അപ്പോ വെൻ കമ്പയർ സോറി ഇത് ടോട്ടൽ വോളിയം. ഇത് ടോട്ടൽ വോളിയം, ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയം. ഓക്കെ. സോ ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയം വെച്ച് നോക്കുമ്പോൾ അതിന്റെ റിയൽ വോളിയം എപ്പോഴും വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താ? വെൻ കമ്പയറിംഗ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. ഒരു ഗ്യാസിന്റെ മുഴുവൻ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റിയൽ വോളിയം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ വെൻ കമ്പയറിംഗ് ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്, റിയൽ വോളിയം ഓഫ് ഗ്യാസ് ഈസ് വെരി ലെസ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. സോ ഒന്നുകൂടെ പറയാം, വെൻ കമ്പയർ ദ ടോട്ടൽ വോളിയം ഓഫ്, ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റിയൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്, വളരെ കുറവാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലെ? സോ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. നമുക്ക് സമയം കളയാതെ അടുത്ത പോയിന്റിലോട്ട് പോകാം. ഓക്കെ. സോ ശ്രദ്ധിക്കുക. സോ അടുത്ത പോയിന്റ് പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്യാസ് മോളിക്യൂളുകളും ഒരു റാപ്പിഡ് റാൻഡം മോഷനിലാണ്. എല്ലാ ഗ്യാസ് മോളിക്യൂളുകളും ഒരു റാപ്പിഡ് റാൻഡം മോഷനിലാണ്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഇങ്ങനെയാടാ, കോൺസ്റ്റന്റ് മോഷൻ എന്നാ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ എന്താണ്?
കോൺസ്റ്റന്റ് മോഷൻ എന്നാ പറയാ. ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത്? കോൺസ്റ്റന്റ് മോഷൻ എന്നാ പറയാ. അപ്പൊ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ കുറെ ഗ്യാസ് മോളിക്യൂൾ ഉണ്ടെന്ന്. ഈ ഗ്യാസ് മോളിക്യൂൾ ഒന്നും വെറുതെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുമല്ല. ആ ഗ്യാസ് മോളിക്യൂൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്യാസ് മോളിക്യൂളൊന്നും ഒരു സ്ഥലത്തും അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ല. ആ ഗ്യാസ് മോളിക്യൂളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത് ഗ്യാസ് മോളിക്യൂൾസ് ആറിനെ കോൺസ്റ്റന്റ് മോഷൻ. അപ്പൊ ഓടിക്കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരാൾ മാത്രമല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതിന്റെ കൂടെ തന്നെ ഇവർ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലടാ, ഒരു ക്ലാസ് റൂമിൽ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കഴിഞ്ഞാൽ പരസ്പരം എന്തായാലും കൂട്ടിയിടിക്കും. സോ ഡ്യൂ ടു ദിസ് റാപ്പിഡ് റാൻഡം മോഷൻ, ഒരു മോളിക്യൂളിന്റെ റാപ്പിഡ് റാൻഡം മോഷൻ കാരണം അവർ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ, അവർ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു പാത്രത്തിനായിരിക്കുമല്ലോ ഗ്യാസ് മോളിക്യൂളുകൾ എടുത്ത് വെച്ചേക്കാം. ഈ ഗ്യാസ് മോളിക്യൂളുകളെല്ലാം എടുത്ത് വെച്ചേക്കുന്നത് ഒരു പാത്രത്തിനകത്തായിരിക്കുമല്ലോ. പാത്രത്തിലായിരിക്കുമ്പോൾ അവർ പോയി ഭിത്തികളിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ പോയി ഭിത്തികളിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ പറയാം, ഡ്യൂ ടു ദിസ് റാപ്പിഡ് റാൻഡം മോഷൻ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. കൊളൈഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കും. ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ, ദേ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അവർ പരസ്പരം കൂട്ടിയിടിക്കുന്നു, അവർ പോയി ഭിത്തിയിൽ കൂട്ടിയിടിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്യാസ് മോളിക്യൂൾ ഭിത്തിയിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് അവിടെ പ്രഷർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. അപ്പൊ ഗ്യാസ് മോളിക്യൂൾ ഭിത്തിയിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? പ്രഷർ ഉണ്ടാവുക. അപ്പൊ അത് മറക്കരുത്. സോ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റുകളെല്ലാം ഞാൻ പെട്ടെന്ന് പറയാം. എല്ലാ ഗ്യാസുകളും ഗ്യാസ് മോളിക്യൂൾസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുക, അല്ലെ? ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുക. രണ്ടാമത് പറയുന്ന പോയിന്റ്, ഒരു ഗ്യാസിന്റെ ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ അതിന്റെ റിയൽ വോളിയം എന്ന് പറയുന്നത് വളരെ എന്തായിരിക്കും? ചെറുതായിരിക്കും. അതേപോലെ എല്ലാ ഗ്യാസ് മോളിക്യൂളും ഇങ്ങനെ മോഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ പോയി ഭിത്തിയിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അവർ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവർ പോയി ഭിത്തിയിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഭിത്തിയിൽ കൂട്ടിയിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രഷർ എന്ന് വിളിക്കുക. ഇങ്ങനെ ഭിത്തിയിൽ കൂട്ടിയിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രഷർ എന്ന് വിളിക്കുക. സോ ഇത്രയും കാര്യം പഠിച്ച് ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ള കാര്യം വളരെ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ അവർ പോയി കൂട്ടിയിടിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഉണ്ടാവുന്ന കൊളിഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടി. ഇങ്ങനെ ഉണ്ടാവുന്ന കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഇങ്ങനെ ഉണ്ടാവുന്ന കൊളിഷൻ എന്താണ്? ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ഈ വാക്ക് മറക്കരുത്. ഇങ്ങനെ ഉണ്ടാവുന്ന കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അതിനർത്ഥം ഇവര് കൂട്ടിയിടിച്ചാലും ഇവരുടെ കയ്യിലുള്ള എനർജി നഷ്ടപ്പെടൂല, ഇവരുടെ കയ്യിലുള്ള എനർജി തീർന്നു പോകൂല. സോ നോ ലോസ് ഓഫ് എനർജി. ഇങ്ങനെ ഉണ്ടാവുന്ന കൊളിഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല? എനർജി ലോസ് ഇല്ല. ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചേക്കുന്നത് കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ ഈ സെയിം എന്നാ എഴുതി വെച്ചേക്കുന്നത്. സോ കൊളിഷന് മുമ്പും കൊളിഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി എന്താണ്? സെയിം ആണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. അതും എനർജി സെയിം ആണെന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ അല്ലെ? സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉണ്ടാവുന്ന കൊളിഷൻ ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? എനർജി ഒന്നും നഷ്ടപ്പെടുന്നില്ല. വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഒരു വസ്തു ഓടുമ്പോൾ, ഒരു വസ്തു ചാടുമ്പോൾ, ഒരു വസ്തു മൂവ്മെന്റ് ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുക. ഒരു വസ്തു ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. സോ അങ്ങനെ ഒരു മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ഒരു മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. ഇത് കൂടെ ഓർത്ത് വെച്ചേക്കുക. സോ ഒരു മോളിക്യൂളിന്റെ ആവറേജ് കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് 2 മാർക്കിനുള്ള വകുപ്പെല്ലാം നമുക്ക് കിട്ടി. സോ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഗ്യാസ് ലോസിലോട്ട് കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലെങ്കിലും ഗ്യാസ് ലോസ് എന്തെങ്കിലും പരിചയം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ പെട്ടെന്ന് ഇത് എടുത്തു തീർക്കാനാണ് ശ്രമിക്കുക. നിങ്ങൾക്ക് പരീക്ഷയാണ് എനിക്കറിയാം, നിങ്ങൾക്ക് ലോങ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ സമയം കിട്ടൂല. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഷോർട്ടായിട്ട് ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞുതരാൻ പോണേ. സോ നോക്കുക. സോ നമ്മൾ ഗ്യാസ് ലോസിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളുണ്ട്. ഒന്നത്തെ കാര്യം, ഇങ്ങനൊരു ചിഹ്നമുണ്ട്. ഈ ചിഹ്നത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷനാലിറ്റി. കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനുപാതികമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൂടുമ്പോൾ മറ്റേ ആളും കൂടുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. 2 ടൈപ്പ് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, 2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ ഇങ്ങനത്തെ ചുരുപ്പ് മാത്രമേ ഇടത്തുള്ളൂ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ചുരുപ്പിട്ടിട്ട് ഒരു 1/, സംഭവങ്ങൾ ഇടും.
ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ പ്രൊപ്പോർഷണൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഉണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഉണ്ട്. ഇതും മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഞാൻ ആദ്യം ബോയിൽസ് ലോ എന്താന്ന് പറയാം. ആദ്യം ബോയിൽസ് ലോ. ബോയിൽസ് ലോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പാത്രം എടുക്കുക. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇത്ര ആലോചിച്ചാൽ മതി. ഒരു പാത്രം എടുക്കുക, പാത്രത്തിൽ ഒരു പിസ്റ്റൺ എടുക്കുക. ഇതാണ് ഒരു പിസ്റ്റൺ. ഓക്കെ, ഇതാണ് ഒരു പിസ്റ്റൺ. പിസ്റ്റൺ എന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ചിന്റെ ബാക്കിലേക്ക് ഇരുന്ന് നിൽക്കുന്ന സാധനമില്ലേ, അതാണ് പിസ്റ്റൺ. ഓക്കെ, സോ ഇനിഷ്യലി തുടക്കത്തിൽ ഇതിന്റെ വോളിയം ദാ ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ വോളിയം ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ പ്രഷർ, ഞാൻ ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. സിമ്പിൾ ആയിട്ട് വിചാരിക്കുക. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, കറക്റ്റ് ഡെഫിനേഷൻ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചേക്കണേ. സോ ഞാനിവിടെ നമ്മുടെ പിസ്റ്റണിൽ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ പിസ്റ്റണിൽ എന്ത് ചെയ്തു? കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തു വിചാരിക്കാം. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ബിഫോർ, ഇനി ഞാൻ പറയാൻ പോണത് ആഫ്റ്റർ. ഞാൻ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പിസ്റ്റൺ താഴേക്ക് പോകും. നമ്മുടെ പിസ്റ്റൺ എന്ത് ചെയ്യും? താഴേക്ക് പോകും. അങ്ങനെ പിസ്റ്റൺ താഴേക്ക് പോകുവാണെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ പ്രഷർ കൂടുമല്ലേ അർത്ഥം. നമ്മുടെ വോളിയം എന്ത് ചെയ്തൂടാ? നമ്മുടെ വോളിയം എന്ത് ചെയ്തു? ഞാൻ പ്രഷർ കൂട്ടി. നോക്ക്, ഞാൻ പിസ്റ്റനെ പിടിച്ചിട്ട്, നമ്മുടെ പിസ്റ്റനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിസ്റ്റനെ പിടിച്ചിട്ട് പ്രഷർ കൊടുത്തു. പ്രഷർ കൊടുത്തപ്പോൾ എന്ത് പറ്റി? പ്രഷർ കൊടുത്തപ്പോൾ എന്ത് പറ്റി? പിസ്റ്റൺ താഴേക്ക് പോകുന്നു. പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? താഴേക്ക് പോകുന്നു. പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? പിസ്റ്റന്റെ വോളിയം, ആ പാത്രത്തിന്റെ വോളിയം എന്ത് ചെയ്യുന്നു? കുറയുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ലേ? അതായത് ഞാൻ അവിടുത്തെ പ്രഷർ കൂട്ടിയപ്പോ ഇവിടുത്തെ വോളിയം എന്ത് ചെയ്തു? കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഞാൻ അവിടുത്തെ പ്രഷർ കൂട്ടിയപ്പോ അവിടുത്തെ വോളിയം നമുക്ക് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി? കുറയുന്നതായിട്ട് കാണാൻ പറ്റി. ഞാൻ അവിടെ പ്രഷർ ജസ്റ്റ് ഒന്ന് കൂട്ടിയിടാം. അപ്പൊ അതിന്റെ വോളിയം പതുക്കെയായിട്ട് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി? കുറയുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പൊ ഒരാള് കൂടുമ്പോ മറ്റേ ആള് കുറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കുക. ഒന്നുകൂടെ പറയാം, ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി കുറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വിളിക്കുക. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചേ? പ്രഷർ കൂടിയപ്പോൾ വോളിയം എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എന്താ സാറേ, നമ്മൾ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വോളിയം എന്ന് എഴുതാനേ? എടാ, രണ്ട് എഴുതിയാലും ഒന്ന് തന്നെ ആടാ, രണ്ട് ഒന്ന് തന്നെ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പറയുന്നതിനെ കൂടി ഞാൻ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഈ ഒരു ചിഹ്നവും ഈ ഒരു 1/, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഇനി വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് കൂടുമ്പോ മറ്റേ ആൾ എന്ത് ചെയ്യും? കുറയും. അതായത് ഒരാൾ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് മറ്റേ ആൾ ചെയ്യും. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പൊ ഇതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി മനസ്സിലാക്കേണ്ട കാര്യം, പ്രപ്പോർഷണാലിറ്റി എപ്പോൾ മാറ്റണമെങ്കിലും അവിടെ ഒരു ഈക്വൽ സൈൻ കൊടുത്താൽ മതി. സോ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? വെറുതെ ഈക്വൽ സൈൻ കൊടുക്കാൻ പറ്റൂല, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ചെയ്യണം. ആ ഇക്വേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ചെയ്യണം. ഒന്നുകൂടെ ഞാൻ പറയാം, എനിക്ക് ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ അങ്ങ് മാറ്റണോടാ. എനിക്ക് പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ ഞാൻ അവിടെ ഈക്വൽ ടു സൈൻ ആക്കി കൊടുക്കണം. വെറുതെ അങ്ങ് എനിക്ക് പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സൈൻ ആക്കി കൊടുക്കൂല. എപ്പൊ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആക്കിയാലും അവിടെ ഒരു കോൺസ്റ്റന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്യാൻ പോണ പരിപാടി, ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഞാൻ ഇവിടെ എന്താക്കി? ഈക്വൽ ടു ആക്കി. അങ്ങനെ ഈക്വൽ ടു ആക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോൺസ്റ്റന്റ് വെച്ച് ഇൻറ്റു ചെയ്യണം. എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് വെച്ച് ഇൻറ്റു ചെയ്യണം. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറാത്ത സംഖ്യ. ഇപ്പൊ സപ്പോസ് 5 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും വാല്യൂ 5 തന്നെയല്ലേ? ഇപ്പൊ സപ്പോസ് ഞാൻ അമേരിക്കയിൽ പോയിട്ട് 5 എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ വന്ന് 5 എന്ന് പറഞ്ഞാലും 5ന്റെ വാല്യൂ 5 തന്നെയല്ലേ? അല്ലെ? ആ സംഖ്യ എന്ത് ചെയ്യൂല? മാറൂല. ഇവിടുത്തെ വോളിയം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, പ്രഷർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ ഇവിടുത്തെ കെയുടെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല? ഒന്നും മാറൂല. അതാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. വോളിയം വേണമെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, നമ്മൾ നേരത്തെ പൊക്കിയുണ്ടാക്കിയൊക്കെ ചെയ്തില്ലടാ. വോളിയം കൂട്ടിയില്ലേ, പ്രഷർ കുറഞ്ഞില്ലേ? അപ്പൊ വോളിയം കൂടിയും കുറയൊക്കെ ചെയ്യും. വേരിയബിൾസ് ആണ് വോളിയം പ്രഷർ. പക്ഷെ ഈ കെ എന്ന് പറഞ്ഞ സാധനം അവൻ എന്ത് ചെയ്യൂല? അവ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, അവന്റെ വാല്യൂ മാറൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? കെനെ മാത്രം അവിടെ നിർത്തിട്ട് ബാക്കി എല്ലാവരെയും അപ്പർ സൈഡിൽ കൊണ്ടുപോകാം. അതായത് ഇവിടെ 1/p അല്ലേ, ഈ പീനെ അവിടെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ, ഡിവൈഡ് ചെയ്തേക്കുന്ന പീനെ ഈക്വൽ സൈൻ അപ്പുറം പോകുമ്പോൾ എന്താ അവിടെ? ഇൻറ്റു ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഇൻറ്റു വി ഈക്വൽ ടു കെ എന്ന് കിട്ടും. പി ഇൻറ്റു വി ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ച് എനിക്ക് വേറൊരു ഇക്വേഷൻ എഴുതാൻ പറ്റൂടാ. അതായത്
പിന്നെയും വിനെയും കൂടെ ഇൻഡു ചെയ്യുമ്പോൾ എനിക്ക് കെ അല്ലേ കിട്ടുന്നത്, അതായത് മാറാത്തൊരു സംഖ്യ അല്ലേ കിട്ടുക. അപ്പൊ പ്രഷറും വോളിയും കൂടെ ഇൻഡു ചെയ്യുമ്പോൾ എനിക്ക് മാറാത്തൊരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ആദ്യം ഒരു പ്രഷറും വോളിയും എടുത്തു. ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ചുമ്മാ ആദ്യം ഒരു പ്രഷറും വോളിയും എടുത്തു, അതിനെ ഞാനൊന്ന് മാറ്റി, അപ്പോഴും എനിക്ക് പ്രഷറും വോളിയും കൂടെ ഇൻഡു ചെയ്യുമ്പോൾ കെ അല്ലേ കിട്ടുന്നത്. അതായത് സപ്പോസ് ഇതിനെ ഞാൻ P1, ഇതിനെ ഞാൻ V1 എന്ന് വിളിക്കുക. അപ്പൊ ഇവിടുത്തെ പ്രഷറും വോളിയും കൂടെ ഞാൻ ഇൻഡു ചെയ്തു. P1 ഈക്വൽ ഇൻറ്റു V1, എനിക്ക് എന്ത് കിട്ടണം? കെ കിട്ടണം അല്ലെ? പ്രഷറും വോളിയം ഇൻഡു ചെയ്ത് എനിക്ക് എന്താ കിട്ടുക? കെ ആ കിട്ടുക. ഞാൻ ഇവിടുത്തെ പ്രഷറിനെ P2 എന്നും V2 എന്നും കൊടുക്കുകയാണ്. ഇതും സെയിം എക്സ്പെരിമെന്റ് അല്ലേ? നമ്മൾ പ്രഷറിന്റെയും വോളിയത്തിന്റെ വാല്യൂ ഒന്ന് മാറ്റി എന്നല്ലേ ഉള്ളൂ. നമ്മൾ പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു, അതല്ലേ ഇവിടെ സംഭവിച്ചത്. അപ്പൊ ഈ P2നെയും V2നെയും കൂടെ ഇൻഡു ചെയ്താൽ എനിക്ക് എന്ത് തന്നെ കിട്ടണുള്ളത്? കെ തന്നെ കിട്ടണം. അതായത് P1 V1 ഇൻഡു ചെയ്താലും കെ, P2 V2 ഇൻഡു ചെയ്താലും കെ. അപ്പൊ ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കൂലടാ. ഈ P1 V1 P2 V2 ഈക്വൽ ആയിരിക്കൂലേ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. പറഞ്ഞ മനസ്സിലായി? ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. പിന്നെ പല പ്രോബ്ലങ്ങളിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. P1 V1 ഈക്വൽ ടു P2 V2. ഇനിയിപ്പോ സപ്പോസ് ഇവിടെ P ഇൻറ്റു V ഇൻറ്റു T എന്നായിരുന്നെങ്കിൽ, നമ്മൾ ഈ ഈക്വൽ ടു കെ എന്നായിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റിയതിനെ? P1 V1 T1 ഈക്വൽ ടു P2 V2 T2 എന്ന് മാറ്റിയതിനെ. പറഞ്ഞ മനസ്സിലായി? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, PV ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? P1 V1 ഈക്വൽ ടു P2 V2 എഴുതാം. വളരെ വളരെ സിമ്പിൾ 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 ഹമ്പിൾ. ഓക്കെ ഓക്കെ. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. വളരെ 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 സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് ബോയ്ൽസ് ലോ ആ പ്രോബ്ലം ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കേ, ഈ 3 ലോസ് ഓർത്തിരിക്കാനുള്ള വഴി ഞാൻ അവസാനം പറഞ്ഞു. 3 ലോസും മറക്കാതെ ഓർത്തിരിക്കാനുള്ള ഒരു വഴി ഞാൻ അവസാനം പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈ ലോ അങ്ങ് സെറ്റ് ചെയ്യാം. നോക്കിക്കോ, നമ്മുടെ ബോയ്ൽസ് ലോ നമ്മൾ പഠിക്കുന്നത്. ബോയ്ൽസ് ലോ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എപ്പോഴും ഇതിങ്ങനെ ആവണമെന്നില്ല. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് വോളിയം പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുക. അത് എപ്പോഴൊക്കെയാണ്? ഇതാണ് മാസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കണം. മാസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റൂള് ഫോളോ ആവത്തുള്ളൂ. ഓക്കെ അല്ലെ? അപ്പൊ മാസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താണ്? മാസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കണം. MT കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഈ ലോ ഇത് വെച്ച് എങ്ങനെ പറയാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നോക്കണേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഓഫ് എ, കണ്ടോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ എന്താണ്? ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്. ഞാൻ ഒന്നുകൂടെ വരാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് inversely proportional to pressure. ഒന്നുകൂടെ, at constant temperature volume of a fixed mass of gas is inversely proportional to pressure. Simple. At constant temperature volume of a fixed mass of gas is inversely proportional to pressure. കഴിഞ്ഞു ബോയ്ൽസ് ലോ. അത്രയുള്ളൂ ബോയ്ൽസ് ലോ. ഇനി ഇവിടുത്തെ ഇക്വേഷൻ എന്തൊക്കെയാ? എന്താ? മറന്നു അല്ലേ? PV ഈക്വൽ ടു കോൺസ്റ്റന്റ്, അഥവാ P1 V1 ഈക്വൽ ടു P2 V2. പാവയ്ക്ക. ഓക്കെ, സോ നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ പ്രോബ്ലം വളരെ സിമ്പിൾ ആണ്. അത് നമുക്ക് ലാസ്റ്റ് എല്ലാത്തിനും ഇവിടെ പ്രോബ്ലം ഒരുമിച്ച് ചെയ്യാം. നമുക്ക് ബോയ്ൽസ് ലോ ടാക്കിൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ബോയ്ൽസ് ലോ നമ്മൾ പഠിച്ചേ. അടുത്ത നമ്മൾ ചാൾസ് ലോ. ഓക്കെ, ചാൾസ് ലോ വളരെ സിമ്പിൾ എക്സ്പെരിമെന്റ്, സെയിം എക്സ്പെരിമെന്റ്. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. അല്ല, ഞാൻ നേരെ ഇക്വേഷൻ പറയാം, വെറുതെ ടൈം പറയാം. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. നേരത്തെ പഠിച്ച നിങ്ങൾ പറ, എന്താണ് ഇതിന്റെ അർത്ഥം? വാട്ട് ഡു യു മീൻ ബൈ ദിസ്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വോളിയം കൂടുമ്പോ ടെമ്പറേച്ചർ കൂടും, വോളിയം കുറയുമ്പോ ടെമ്പറേച്ചർ കുറയും, വോളിയം കൂടുമ്പോ ടെമ്പറേച്ചർ കൂടും, വോളിയം കുറയുമ്പോ ടെമ്പറേച്ചർ. തിരിച്ചും പറയാം, ടെമ്പറേച്ചർ കൂടുമ്പോ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോ വോളിയം കുറയും. വളരെ സിമ്പിൾ.
വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. സോ എന്താണ് വി പ്രപ്പോർഷണൽ ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വോളിയം കൂടി കഴിഞ്ഞാൽ ടെമ്പറേച്ചറും കൂടും, വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറും കുറയും. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആളും അതിനനുസരിച്ചിട്ട് തന്നെയുള്ള ആക്ഷൻ എടുക്കുന്നതിനാണ് നമ്മൾ ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇത് നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. പ്രഷറും മാസും കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രഷറും മാസും കോൺസ്റ്റന്റ് ആയിരിക്കണം. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? ടെമ്പറേച്ചറും മാസും കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഇതിന്റെ ലോ എങ്ങനെ പറയാൻ പറ്റും? ബുദ്ധിയുള്ളവർ പറ, ഇതിന്റെ ലോ നമ്മൾ എങ്ങനെ പറയാൻ പറ്റുക? ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി നേരെ വോളിയത്തിനടുത്തോട്ട് പോവാ. വോളിയം ഓഫ് എ, വോളിയം ഓഫ് എ, നേരെ മാസിനടുത്തോട്ട് പോവാ. ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്, വോളിയം ഓഫ് എ fixed mass of gas is directly proportional to temperature. ഒന്നുകൂടെ, at a constant pressure, volume of a fixed mass of gas is directly proportional to temperature. ഒന്നുകൂടെ, at a constant pressure, volume of a fixed mass of gas is directly proportional to temperature. കഴിഞ്ഞു. കേട്ടോ, ടാറ്റ, ബൈ ബൈ. അപ്പോ ഇനി ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കാം. വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അറിയാവുന്ന ആകെ ഒരു സാധനം വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടി എന്നാണ്. ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. പ്രപ്പോർഷണാലിറ്റി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? വി ഈക്വൽ ടു ടി ഇൻറ്റു കെ. പ്രപ്പോർഷണാലിറ്റി മാറ്റിയപ്പോ ഇൻറ്റു കെ ചെയ്തു. വളരെ സിമ്പിൾ. ഇനി കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കെയുടെ കൂടെ ആരായിരിക്കുന്നത്? കെയുടെ കൂടെ ടി ആണ് ഇരിക്കുന്നത്. ടീനെ ഈ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, ഈക്വൽ സൈൻ അപ്പുറം പോകുമ്പോ ടി എന്തായിട്ട് മാറും? എടാ, ടി ഈക്വൽ സൈൻ അപ്പുറം പോയി കഴിഞ്ഞാൽ ടി ഡിവൈഡ് ആവിടാ. വി ബൈ ടി ഈക്വൽ ടു കെ നമുക്ക് കിട്ടും. വി ബൈ ടി ഈക്വൽ ടു കെ നമുക്ക് കിട്ടും. വോളിയം ബൈ ടെമ്പറേച്ചർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. വളരെ സിമ്പിൾ. വോളിയം ബൈ ടെമ്പറേച്ചർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. അപ്പോ ഇതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇക്വേഷൻ ആക്കി എഴുതാം. V1 by T1 ഈക്വൽ ടു V2 by T2. എഴുതിക്കൂടെ? V1 by T1 ഈക്വൽ ടു V2 by T2. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? സോ V by T ഈക്വൽ ടു K എന്നാണെങ്കിൽ V1 by T1 ഈക്വൽ ടു V2 by T2. നമ്മൾ ബോയ്സ് ലോയിൽ എന്താ പഠിച്ചത്? ബോയ്സ് ലോയിൽ നമ്മൾ എന്താ പഠിച്ചത്? PV ഈക്വൽ ടു K എന്നാ പഠിച്ചത്. അവിടെ നമ്മൾ ഇക്വേഷൻ എങ്ങനെ ആക്കി എഴുതുക? P1 V1 ഈക്വൽ ടു P2 V2. ഇത് ബോയ്സ് ലോ, ഇത് ചാൾസ് ലോ. ഓക്കെ, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. കത്തിയത് വിചാരിക്കുന്നു. ലാസ്റ്റ് ലോ, അവഗാഡ്രോസ് ലോ. ലാസ്റ്റ് ലോ, അവഗാഡ്രോസ് ലോ. സോ അവഗാഡ്രോസ് ലോ എന്താണ്? അവഗാഡ്രോസ് ലോ പറയുന്നത്, സോ അവഗാഡ്രോ ലോ പറയുന്നത് ഇതാണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾ. മോളിക്യൂളുകളുടെ എണ്ണം കൂടുമ്പോ അവിടുത്തെ വോളിയം കൂടും എന്നാ പറയുന്നത്. മോളിക്യൂളുകളുടെ എണ്ണം കൂടുമ്പോ അവിടുത്തെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്താ? ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കൂടണം. അപ്പൊ വോളിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വോളിയം കൂടുമ്പോ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ത് ചെയ്യണം? വോളിയം കൂടുമ്പോ അവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ത് ചെയ്യണം? കൂടും. അല്ല, തിരിച്ചു പറയാം, നമ്പർ ഓഫ് മോളിക്യൂൾ കൂടുമ്പോ അവിടുത്തെ വോളിയവും കൂടണം. പക്ഷെ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബലൂൺ ഊതുവാന്ന് വിചാരിക്കാം. വളരെ വൃത്തിയായിട്ട് ഞാൻ പറയാം. നമ്മൾ ബലൂൺ ഊതുമെന്ന് വിചാരിക്കാം. നമ്മുടെ വായു എന്താ പോന്നെ? ഈ വരുന്ന ഗ്യാസ് ഏതാ? ഈ പോണ ഗ്യാസ് ഏതാ? ഈ പോണ ഗ്യാസ് ഏതാ? ഈ പോണ ഗ്യാസ് ഏതാണ്? ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏത് ഗ്യാസ് ആണ്? കാർബൺ. നമ്മുടെ വായു പുറത്തോട്ട് പോണ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഞാൻ വരച്ചപ്പോ ഇങ്ങനെ കുത്തായിട്ടല്ലേ വരച്ചത്. അതായത് നമ്മൾ ഇങ്ങനെ ഊതുമ്പോ ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസ് ആണ് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്. ഗ്യാസുകളെല്ലാം മോളിക്യൂൾസ് ആയിട്ടാണ് ഇരിക്കുക, അല്ലെ? ഒരു ബലൂൺ എടുത്ത് ഞാൻ ഊതുമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതാണ് ഞാനെന്ന് വിചാരിക്കുക. സോറി, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇത് ഓക്കെ, അടിപൊളി. ഓക്കെ, നമ്മളൊരു ബലൂൺ ഊതുമെന്ന് വിചാരിക്കാം. ബലൂൺ. അപ്പൊ നമ്മൾ ഊതുമ്പോ നമ്മുടെ വായു എന്താ അകത്തോട്ട് കയറി പോണേ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസ് ആണ് അകത്തോട്ട്. നമ്മൾ എത്രത്തോളം ഊതുന്നോ അത്രത്തോളം മോളിക്യൂൾസ് അതിന്റെ അകത്തോട്ട് പോകും, അല്ലെ? അപ്പൊ മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച്, നമ്മൾ കൂടുന്നതനുസരിച്ചിട്ട്, മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ആ ബലൂണിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ബലൂണിന്റെ വോളിയവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അല്ലേ? അല്ലേ? ആണോ അല്ലയോ? ആണ്, ആണ്. നമ്മൾ എത്രത്തോളം ഊതുന്നോ അത്രത്തോളം നമ്മുടെ വായിന്ന് മോളിക്യൂൾസ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വായിന്ന് മോളിക്യൂൾസ് ആ ബലൂണിനകത്തേക്ക് ചെല്ലും തോറും ബലൂണിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ബലൂണിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതനുസരിച്ചിട്ട് ബലൂണിന്റെ വലിപ്പം എന്ത് ചെയ്യും? കൂടും. അതേ സമയം ഈ ബലൂൺ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ തുറന്നു വിടുകയാണ്. എന്ത് പറ്റും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ബലൂണിന്റെ വലിപ്പം എന്ത് ചെയ്യും? കുറയും. അപ്പൊ മോളിക്യൂളുകളുടെ എണ്ണം കൂടിയപ്പോ ബലൂണിന്റെ വലിപ്പം കൂടി, മോളിക്യൂളിന്റെ എണ്ണം കുറഞ്ഞപ്പോ ബലൂണിന്റെ വലിപ്പം കുറഞ്ഞു. എത്രത്തോളം മോളിക്യൂൾസ് കൂടുന്നോ അത്രത്തോളം അതിന് വോളിയം കൂടും. എത്രത്തോളം മോളിക്യൂൾസ് കുറഞ്ഞോ അത്രത്തോളം വോളിയം കുറയും. പറഞ്ഞ പഠിച്ചില്ലാരോ? സൈക്കിൾ നമ്മൾ കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം കാറ്റടിക്കുന്നോ അത്രത്തോളം ടയർ വീർക്കും. എന്തുകൊണ്ടാ? നമ്മൾ കാറ്റടിക്കും തോറും ആ പമ്പ് ചെയ്ത നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടോട്ട് കയറി പോകണം? നമ്മുടെ ടയറിനകത്തേക്ക് കയറി പോകും. അതാണ് പരിപാടി. അപ്പൊ നമ്മൾ പറയുന്നു വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. സോ ഇത്രയാണ്. ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് ഗ്യാസ് എന്താ പറയാ, നമുക്ക് അങ്ങനെ ഇക്വേഷൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് എല്ലാ ലോസും കൂടെ ഇതിന്റെ ലോ നിങ്ങൾ പറഞ്ഞു പോവാം. ഇത് എപ്പോഴും നടക്കും? ഇല്ല. ഇത് നടക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആവണം. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിലേ ഈ ലോ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ നമുക്കിത് എങ്ങനെ പറയാം? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോ നേരെ ഇവിടെ പോവാം. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഇല്ല. ഇവിടെ മാസ് ഇല്ല. ഇവിടെ പ്രഷറും ടെമ്പറേച്ചറോ കോൺസ്റ്റന്റ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. At constant pressure and temperature, volume of a gas is directly proportional to number of molecules. At constant pressure and temperature, നേരെ ഇവിടെ വരിക. Volume of a gas എന്തത്? Directly proportional എന്തിനാ? Number of molecules. So at constant pressure and temperature, volume of a gas is directly proportional number of molecules. So this is Avogadro's law. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? Avogadro's law എന്ന് വിളിക്കുക. സോ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്യാസ് ലോസ് കഴിഞ്ഞു. നമുക്ക് ഒന്ന് എല്ലാം കൂടെ ഒന്ന് പരുവപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലോട്ട് പോകും. എല്ലാത്തിനും ഒന്ന് പരുവപ്പെടുത്തി ഒന്ന് അലങ്കാരപ്പെടുത്തി എടുക്കാം. സോ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം ഇത് BCA ആണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, BCA. നിങ്ങൾ രണ്ടാമത് അറിയേണ്ട കാര്യം എല്ലാ ലോസിലും വോളിയം ഉണ്ട്. എല്ലാ ലോയിലും വോളിയം ഉണ്ട്. ഓക്കെ. അതുപോലെ നിങ്ങൾ മൂന്നാമത് അറിയേണ്ട കാര്യം MT വാസുദേവൻ നായർ. ഓക്കെ. 5 PM എവിടെ? 5 PM ആരാണ്? MT വാസുദേവൻ നായർ 5 PM എവിടെ പോയി? PT-ക്ക് പോയി. MT വാസുദേവൻ നായർ 5 PM PT-ക്ക് പോയി. എന്താണ്? MT വാസുദേവൻ നായർ 5 PM PT-ക്ക് പോയി. അപ്പോൾ MT വാസുദേവൻ നായർ 5 PM PT-ക്ക് പോയി. ഓക്കെ. സോ വോളിയം ഇവിടെ ഉണ്ട്, മാസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ആരാണ് ഇല്ലാത്തത്? വോളിയം ഉണ്ട്, മാസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ആരാണ് ഇല്ലാത്തത്? പ്രഷർ ആണ് ഇല്ലാത്തത്. 1 മിനിറ്റ്. ലോയുടെ പേരെന്താ? ബോയിൽസ് ലോ. നിങ്ങൾക്കറിയാം ബോയ്സ് എന്ന് പറഞ്ഞാലേ തലതിരിഞ്ഞവന്മാരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇടും. ബോയ്സ് എന്ന് പറഞ്ഞാലേ തലതിരിഞ്ഞവന്മാരാണ്. ഇപ്പൊ മാസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, വോളിയം ഉണ്ട്. ആരില്ലാത്ത? പ്രഷർ ആണ് ഇല്ലാത്ത. ആൻസർ കിട്ടി. അടുത്തേ ചാൾസ് ലോ. വോളിയം ഉണ്ട്, പ്രഷർ ഉണ്ട്, മാസ് ഉണ്ട്. ആരില്ലാത്ത? ടെമ്പറേച്ചർ. അവഗാഡ്രോസിൽ നമുക്ക് ഓർത്തിരിക്കാമല്ലോ. വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. ഇവിടെ ആരോ ഉള്ളത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത് വെച്ചിട്ട് ഇതിന്റെ ലോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നോക്കി. ഞാൻ നേരത്തെ പഠിപ്പിച്ച അതേ എടുത്തു. നോക്ക്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നേരെ ഇവിടെ വരിക. വോളിയം ഓഫ് എ നേരെ ഇവിടെ പോവാ. ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്. At constant temperature, volume of a fixed mass of gas is inversely proportional to pressure. ഇവിടെ. At constant pressure, volume of a fixed mass of gas is directly proportional to temperature. At constant pressure and temperature, volume of a gas is directly proportional to number of molecules. കിട്ടിയില്ലേ എല്ലാ ലോയും കിട്ടിയില്ലേ? ഇനി ഇക്വേഷൻ എങ്ങനെ എഴുതാം? നോക്കടാ. ഈ V ഇൻവേഴ്സിലെ പോർഷനിൽ P അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി ബൈ ഈക്വൽ സൈൻ ആയിക്കോട്. V = 1/P × T. ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ T അപ്പുറം കൊണ്ടുപോകുന്നു. PV = K ആയില്ലേ? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. V പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഈക്വൽ സൈൻ ആക്കുന്നു. T × K. ഈ ഇൻറ്റു ടീനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ V/T = K. കിട്ടിയില്ല ഇക്വേഷൻ. ഇതിൽ കൂടുതൽ എന്ത് വേണം? സോ സിമ്പിൾ. ഓക്കെ. സോ ഗ്യാസ് ലോസ് കഴിഞ്ഞു.
ഇനി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന് പ്രോബ്ലം പഠിക്കണം. എന്ത് പഠിക്കണം? പ്രോബ്ലം പഠിക്കണം. സോ നോക്കാം.